നമ്മൾ മുൻഷി പ്രേംചന്ദ് എന്നറിയപ്പെടുന്ന കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ മന്ത്ര എന്ന കഥയായിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഡോക്ടർ ചഡ്ഡയുടെ മകൻ കൈലാഷിൻ്റെ 20ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു. കൈലാഷ് വളർത്തിയിരുന്ന പാമ്പ് തന്നെ കൈലാഷിനെ കൊത്തി അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. कैलाश की उंगली से टप टप खून टपकने लगा. उसने ज़ोर से उंगली दबा ली और अपने कमरे की तरफ दौड़ा. പാമ്പിൻ്റെ കടി ഏറ്റുടനെ തന്നെ കൈലാഷ് പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് ഓടി. ഉസ്നെ സോർ സെ ഉംഗ്ലി ദബാലി, നല്ല ടൈറ്റായിട്ട് ആ കടിയേറ്റ വിരൽ നല്ല ടൈറ്റായിട്ട് അമക്കി, കാരണം വിഷം അകത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് റൂമിലേക്ക് ഓടി. वहाँ मेज़ की दराज में एक जड़ी रखी हुई थी जिसे पीस कर लगा देने से घातक विष भी रफू हो जाता था. मित्रों में हलचल पड़ गई. बाहर महफिल में भी खबर हुई. അങ്ങനെ ആകെ ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഗാർഡനിലും അകത്തും എല്ലാം ഗസ്റ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെ ഇടയിൽ ആകെ ഒരു ബഹളമായി. എല്ലാവരും ആകെ പാനിക്കായി. ഡോക്ടർ സാഹബ് ഘബറാക്കർ ദോടെ. फ़ौरन उंगली की जड़ कस कर बांधी गई और जड़ी पीसने के लिए दी गई. ഡോക്ടർ സാഹബ് ജഡിക്ക് കായൽ ന ഥേ. അപ്പോൾ ഡോക്ടർ ചഡ്ഡ ഡോക്ടറായിരുന്നെങ്കിലും ഈ പാമ്പ് വിഷത്തെ പറ്റിയുള്ള അറിവ് ഡോക്ടർ ചഡ്ഡയ്ക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ചഡ്ഡയുടെ മുമ്പിലും ഇനിയും വേറെ ഒരു നിവൃത്തിയില്ല. കൈലാഷ് പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു ഒറ്റമൂലി അരച്ച് കൈ പുരട്ടുക എന്നതേ ഉള്ളൂ ഒരു ഓപ്ഷൻ ഡോക്ടർ ചഡ്ഡയുടെ മുന്നിൽ. वह उंगली का डसा भाग नश्तर से काट देना चाहते मगर कैलाश को जड़ी पर पूर्ण विश्वास था. അപ്പം ഡോക്ടറിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ആ വിഷം തീണ്ട ആ ഒരു വിരലിൻ്റെ അറ്റം അങ്ങ് മുറിച്ച് കളയാം. നഷ്തർ എന്ന് പറയുമ്പം ഈ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ള നൈഫ്. അപ്പം അതുകൊണ്ട് ആ ഒരു വിരലിൻ്റെ ഒരു അറ്റം മുറിച്ച് കളയണമെന്ന് ഡോക്ടറിനുണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ട് വിഷം പോകാതിരിക്കുകയും ഒരു വിരലേ നഷ്ടപ്പെടുത്തുള്ളൂ, പക്ഷെ ജീവൻ രക്ഷപ്പെടും. പക്ഷേ കൈലാഷ് കോ ക്യാ था, जड़ी पर पूर्ण विश्वास था. मृणालिनी पियानो पर बैठी हुई थी. यह खबर सुनते ही दौड़ी और कैलाश की उंगली से टपकते हुए खून को रूमाल से पोंछने लगी. മൃണാലിനി അപ്പുറത്ത് പിയാനോ വായിക്കുകയായിരുന്നു. അതിട്ടിട്ട് ഓടി വന്നു. और उसने क्या किया, उंगली से टपकते हुए खून को रूमाल से पोंछने लगी. जड़ी पीसी जाने लगी पर उसी 1 मिनट में कैलाश की आंखें झपकने लगी. ओठों पर पीलापन दौड़ने लगा. यहाँ तक कि वह खड़ा न रह सका, फर्श पर बैठ गया. सारे मेहमान कमरे में जमा हो गए. അല്പം കഴിഞ്ഞപ്പം കൈലാഷ് की आंखें झपकने लगी. കണ്ണൊക്കെ ഒരുമാതിരിയായി. ഓഠോ പർ പീലാപ്പൻ ദോടനെ ലഗ. ചുണ്ടെല്ലാം അങ്ങ് മഞ്ഞിച്ചാകെ വല്ലാതായി. കൈലാഷ് അങ്ങ് നിൽക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ അവിടെ അങ്ങ് ഫ്ലോറിൽ തന്നെ അങ്ങ് ഇരുന്ന്. സാരേ മെഹമാൻ കമരേ മേ ജമാ ഹോ ഗയേ. കൊയ് കുച്ച് കേത്താ ഥാ കൊയ് കുച്ച്. ഇത്തനെ മേ ജഡി പീസ്കർ ആ ഗയി. അപ്പോൾ ഈ വന്ന ഗസ്റ്റുകൾ ഓരോരോ അഭിപ്രായം പറയും. ഒരാൾ പറയും അത് ചെയ്യാം, മറ്റൊരാൾ ആകെ കൺഫ്യൂഷനായി. അപ്പോഴത്തേക്കിന് ആ കൈലാഷ് പറഞ്ഞ ആ ഒറ്റമൂലി അരച്ച് കൊണ്ടുവന്ന്. मृणालिनी ने उंगली पर लेप किया. 1 मिनट और बीता. कैलाश की आंखें बंद हो गई. वह लेट गया और हाथ से पंखा झलने का इशारा किया. माँ ने दौड़कर उसका सिर गोद में रख लिया और बिजली का टेबल फैन लगा दिया. അവിടെ അങ്ങ് കണ്ണടച്ചങ്ങ് കൈലാശ് വീണു. എന്നിട്ട് ചൂടെടുക്കുന്നതായിട്ട് കാണിച്ചു. അങ്ങനെ അമ്മ ടേബിൾ ഫാനൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ അമ്മയുടെ മടിയിൽ മകനെ കിടത്തി ടേബിൾ ഫാൻ എല്ലാം വെച്ച് എല്ലാവരും ഇങ്ങനെ ടെൻസ്ഡായിട്ട് കൈലാഷിനെ ചുറ്റിനും നിൽക്കുകയാണ്. ഡോക്ടർ സാഹബ് ने झुक कर पूछा, कैलाश कैसी तबीयत है. कैलाश ने धीरे से हाथ उठा लिए पर कुछ बोल न सका. मृणालिनी ने करुण स्वर में कहा, क्या जड़ी कुछ असर न करेंगी. അപ്പം മൃണാലിനിക്ക് ആകെ ടെൻഷനായി. തേച്ച ആ ഒരു ലേപം, തേച്ച ആ ഒരു ഒറ്റമൂലി വർക്ക് ചെയ്യില്ലേ എന്ന് മൃണാലിനി ടെൻഷൻ അടിച്ച് ചോദിക്കും. ഡോക്ടർ സാഹബ് ने सिर पकड़कर कहा, क्या बतलाऊं, मैं इसकी बातों में आ गया. अब तो नश्तर से भी कुछ फ़ायदा न होगा. അപ്പോൾ ഡോക്ടറിന് പിന്നെയും ടെൻഷനാവും ചഡ്ഡയ്ക്ക്. ഡോക്ടർ ചഡ്ഡ പറയാണ്, ഞാൻ ആ സമയത്ത് തന്നെ അങ്ങ് ആ നഷ്തർ കൊണ്ട് ആ വിരലങ്ങ് മുറിച്ച് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ ഇനിയിപ്പം
മുറിച്ച് മാറ്റിയിട്ടും കാര്യമില്ല, കാരണം വിഷം ഇങ്ങകത്തോട്ട് സ്പ്രെഡായി കാണും. आध घंटे तक यही हाल रहा. कैलाश की दशा प्रतिक्षण बिगड़ती जा रही थी. यहाँ तक कि उसकी आंखें पतरा गई, हाथ पांव ठंडे पड़ गए, मुख की कांति मलिन पड़ गई. नाड़ी का कहीं पता नहीं. मौत के सारे लक्षण दिखाई देने लगे. ഒരു അരമണിക്കൂർ ഇങ്ങനെ കൈലാസ് കിടക്കുകയാണ്. കിടപ്പ് കണ്ടാൽ ശരിക്കും ഒരു മരിക്കാൻ പോകുന്ന വ്യക്തി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. घर में कोहराम मच गया. मृणालिनी एक और सिर पीटने लगी. माँ अलग पछाड़े खाने लगी. डॉक्टर चड्ढा को मित्रों ने पकड़ लिया, नहीं तो वह नश्तर अपनी गर्दन पर मार लेते. ആകെ അമ്മ ഒരു വശത്ത് കരയുന്നു, മൃണാലിനി ടെൻഷൻ അടിച്ച് കരയുന്നു. ഡോക്ടർ ചഡ്ഡായിക്ക് ആ ഒരു സർജറി ചെയ്യുന്ന കത്തി കൊണ്ട് തൻ്റെ കഴുത്തിൽ തന്നെ അങ്ങ് വെട്ടാനുള്ളൊരു വെപ്രാളവും ആകെ കൂടെ ഒരു പരവേശം. പിന്നെ അയാളെ അയാളുടെ ഫ്രണ്ട്സൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. एक महाशय बोले, कोई मंत्र झाड़ने वाला मिले तो संभव है अब भी जान बच जाए. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർ പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ. അപ്പോൾ ഒരാൾ പറയും ഏതെങ്കിലും മന്ത്രം ഓതുന്ന ആൾക്കാരാരെങ്കിലും അറിയാമെങ്കിൽ വിളിച്ചായിരുന്നെങ്കിൽ ഇവൻ്റെ ജീവൻ രക്ഷപ്പെട്ടേനെ. एक मुसलमान सज्जन ने इसका समर्थन किया. अरे साहब, कब्र में पड़ी हुई लाशें ജിന്ദാ हो गई हैं, ऐसे ऐसे वाकयात पड़े हुए हैं. അപ്പം വേറൊരാൾ പറയും, അയാൾ മുസ്ലിം ആയിരുന്നു, അയാൾ പറയാണ് ഡെഡ് ബോഡി ആയി എന്ന് വിചാരിച്ച ആൾക്കാർ പോലും മന്ത്രത്തിന് ശക്തി കൊണ്ട് ജീവിച്ച് വന്നിട്ടുണ്ട്. അപ്പം നാച്ചുറലി ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ മന്ത്രം ഒതുന്നവരിലേക്ക് ചിന്ത പോകും. കാരണം ഒരു ഡോക്ടറിന് പറ്റാത്തതാണ്. ഡോക്ടർ നിസ്സഹായനായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം ഡോക്ടറിന് പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് നാച്ചുറലി അന്ധവിശ്വാസത്തിലേക്ക് പോകേണ്ടി വരും. മന്ത്രം ഓതുന്നവരിലേക്ക് അവരുടെ ശ്രദ്ധ പോകും. डॉक्टर चड्ढा बोले, मेरी अक्ल पर पत्थर पड़ गया था कि इसकी बातों में आ गया. नश्तर लगा देता तो यह नौबत ही क्यों आती. बार बार समझाता रहा कि बेटा सांप न पालो, मगर कौन सुनता था. बुलाइए किसी झाड़ फूक करने वाले ही को बुलाइए. मेरा सब कुछ ले ले, मैं अपनी सारी जायदाद उसके पैरों पर रख दूंगा. लंगोटी बांध कर घर से निकल जाऊंगा, मगर मेरा कैलाश, मेरा प्यारा कैलाश उठ बैठे. ഡോക്ടർ ചഡ്ഡ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓരോന്നിങ്ങനെ ടെൻഷൻ അടിച്ച് പറയാണ്, ഞാൻ ഇവൻ്റെ വാക്കുകൾ കേട്ട് ആ ഒരു വിരൽ മുറിക്കാതിരിക്കണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. എത്രയോ പ്രാവശ്യം ഇവൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ പാമ്പ് വളർത്തുന്ന ഈ ഒരു പരിപാടി വേണ്ടാന്നുള്ളത്. एक महाशय का किसी झाड़ने वाले से परिचय था. वह दौड़ कर उसे बुला लाए, मगर कैलाश की सूरत देखकर उसे मंत्र चलाने की हिम्मत न पड़ी. बोला, अब क्या हो सकता है सरकार, जो कुछ होना था हो चुका. ഒരാൾ ഒരു മന്ത്രം ഓതുന്ന ഒരുത്തിനെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അയാൾ വന്ന് ഈ കൈലാസിൻ്റെ കിടപ്പ് കണ്ടിട്ട് ഓൾമോസ്റ്റ് മരിച്ച പോലെ കൈലാസ് കിടക്കുന്നത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കിനി മന്ത്രങ്ങളൊന്നും ഓതാനൊന്നും ഇല്ല. अरे मूर्ख, यह क्यों नहीं कहता कि जो कुछ न होना था वह हुआ. माँ बाप ने बेटे का सेहरा कहाँ देखा. ആ വന്ന ആൾ പറയും, എന്തായിരുന്നോ സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു, ഇനി എൻ്റെ കയ്യിൽ മന്ത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവർ കേട്ട് നിന്നവർ പറയും, എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് സംഭവിച്ചത്, സംഭവിക്കേണ്ടതൊന്നും സംഭവിച്ചില്ല. ആ പയ്യനാണെങ്കിൽ ഒരു വിവാഹിതനായി ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു കാഴ്ച അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റിയില്ല. മൃണാലിനി കാ കാമനാ തരു ക്യാ പല്ലവ് और पुष्प से रंजित हो उठा. मन के वह स्वर्ण स्वप्न जिनसे जीवन आनंद का स्रोत बना हुआ था क्या पूरे हो गए. जीवन के नृत्यमय तारिका मंडित सागर में आमोद की बहार लूटते हुए क्या उनकी नौका जलमग्न नहीं हो गई. जो न होना था वह हो गया. ഈ മൃണാലിനെ തന്നെ ഇവർ ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സകല സ്വപ്നങ്ങളും അകാലത്തിൽ തന്നെ പൊലിഞ്ഞുപോയി. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് സംഭവിച്ചത്. वही हरा भरा मैदान था, वही सुनहरी चांदनी एक निशब्द संगीत की भांति प्रकृति पर छाया हुई थी. वही मित्र समाज था,
वही मनोरंजन के सामान थे, मगर जहाँ हास्य की ध्वनि थी वहाँ करुण क्रंदन और अश्रु പ്രവാഹ था. അല്പം മുമ്പേ വളരെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് നടന്ന ഒരു ഗാർഡനാണ് ഡോക്ടർ ചഡ്ഡയുടെ ഗാർഡൻ. അവിടെ ഇപ്പോൾ എല്ലാവരും വിഷമിച്ച് കരഞ്ഞു കലങ്ങി ഇരിക്കുകയാണ്. शहर से कई मील दूर एक छोटे से घर में एक बूढ़ा और बुढ़िया अंगीठी के सामने बैठे जाड़े की रात काट रहे थे. बूढ़ा नारियल पीता था और बीच बीच में खांसता था. बुढ़िया दोनों घुटनियों में सिर डाले आग की ओर ताक रही थी. एक मिट्टी के तेल की कुप्पी ताक पर जल रही थी. घर में न चारपाई थी न बिछौना. एक किनारे थोड़ी सी पुआल पड़ी हुई थी. इसी कोठरी में एक चूल्हा था. ഷെഹർ സെ കൈ മീൽ ദൂർ. ഇനി സിറ്റുവേഷൻ, ഒരു വശത്ത് ഡോക്ടർ ചഡ്ഡയുടെ വീട്ടിൽ പാമ്പിൻ്റെ കടിയേറ്റ് മകൻ മരിച്ചതിന് തുല്യമായി കിടക്കുന്നു. മറുവശത്ത് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുവന്നത് ടൗണിലെ മറ്റേ ഭാഗത്ത് ഒരു കുടിലിൽ ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ബൂഢായും ബുഢിയായും ഇരിക്കുകയാണ്. ഓർ വേ എക്ദം ഗരീബ് ഥേ. ഒന്നുമേ ഇല്ല ആ കുടുംബത്തിൽ. ഇല്ലായ്മ എല്ലാ രീതിയിലും വിളിച്ചോതുന്ന ഒരു കുടിലിൽ ഒരു പ്രായം ചെന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുകയാണ്. बुढ़िया दिन भर उपले और सूखी लकड़ियाँ बटोरती थी. बूढ़ा रस्सी बटकर बाजार में बेच आता था. यही उनकी जीविका थी. അപ്പോൾ വയസ്സായ വ്യക്തികളാണ്. ബൂഢ കയറ് പിരിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. അതിൽ കിട്ടുന്ന അല്പം വരുമാനം. उन्हें न किसी ने रोते देखा न हंसते. उनका सारा समय जीवित रहने में कट जाता था. मौत द्वार पर खड़ी थी. रोने या हंसने की कहाँ फुर्सत. बुढ़िया ने पूछा, कल के लिए सन तो है नहीं, काम क्या करोगे. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. ഇവർ കരയുന്നതോ ചിരിക്കുന്നതോ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാരാണ്? ഇതാ അന്ന് ഡോക്ടർ ചഡ്ഡയുടെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ട് വന്ന ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ 7 മക്കൾ മരിച്ചു. 7ാമത്തെ കുട്ടിയെ കൊണ്ടാണ് അന്ന് ഡോക്ടർ ചഡ്ഡയുടെ അടുത്ത് പോയത്. അതിനുശേഷം ഇവർ ന റോത്തേ ഥേ ന ഹസ്തേ ഥേ. ഇവരുടെ ജീവിതം ജസ്റ്റ് ഇങ്ങനെ അവരങ്ങ് ജീവിക്കാൻ വേണ്ടി അങ്ങ് ജീവിച്ചു പോവാണ്. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങ് ജീവിക്കുന്ന പോലെയാണ്. ചിരിക്കത്തുമില്ല, കരയത്തുമില്ല. ജാക്കർ झगड़ू साहब से 10 सेर सन उधार लाऊंगा. उसके पहले के पैसे तो दिए ही नहीं और उधार कैसे देगा. न देगा न सही. घास तो कहीं नहीं गई. दोपहर तक क्या 2 आने की भी न काटूंगा. അവർക്ക് ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ, കാരണം ഇത് എടുത്തു പറയുന്നത് അവരുടെ മകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ഓരോ ദിവസത്തെയും വരുമാനത്തിന് വേണ്ടി ഇവർ വയസ്സായ അവസ്ഥയിലും കഷ്ടപ്പെടുകയാണ്. इतने में एक आदमी ने द्वार पर आवाज़ दी, भगत भगत क्या सो गए, ज़रा किवाड़ खोलो. അപ്പോൾ ഈ വയസ്സായ വ്യക്തിയുടെ പേരെന്താണ്? ഭഗത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. भगत ने उठकर किवाड़ खोल दिए. एक आदमी ने अंदर आकर कहा, कुछ सुना. डॉक्टर चड्डा बाबू के लड़के को सांप ने काट लिया. ഇവിടെ വന്ന് ന്യൂസ് കൊടുക്കും. വല്ലതും കേട്ടോ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഡോക്ടർ ചഡ്ഡയുടെ മകനെയില്ലേ പാമ്പ് കടിച്ച്. भगत ने चौंक कर कहा, चड्डा बाबू के लड़के को? वही चड्डा बाबू है ना जो छावनी में बंगले में रहते हैं. हाँ हाँ वही. शहर में हल्ला मचा हुआ है. जाते हो तो जाओ, आदमी बन जाओगी. വന്ന് പറഞ്ഞ ആൾ പറയും, നിനക്ക് മന്ത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, നീ പോയി രക്ഷപ്പെടുത്തുവാണെങ്കിൽ നീ ആദമി ബൻ ജാओगे, എന്ന് വെച്ചാൽ നീ വലിയ ഹീറോ ആവും. बूढ़े ने कठोर भाव से सिर हिलाकर कहा, मैं नहीं जाता, मेरी बला जाए. वही चड्ढा है, खूब जानता हूँ. भैया लेकर उन्हीं के पास गया था. खेलने जा रहे थे. पैरों पर गिर पड़ा कि एक नज़र देख लीजिए. അപ്പോൾ ഈ ഭഗത്തിന് പെട്ടെന്ന് ഓർമ്മ വരും. ഭഗത്ത് പറയും, എനിക്ക് ഓർമ്മയുണ്ട് ആ ചഡ്ഡ ഡോക്ടറിനെ. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് അയാളുടെ അടുത്ത് പോയി അയാളുടെ കാൽക്കൽ വീണതാണ്. അപ്പോൾ അങ്ങേര് എന്താ പറഞ്ഞത്? അയാൾ കളിക്കാൻ പോവുകയാണ്, അയാളുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയമാണ്. സീധേ മുँह से बात तक न की. भगवान बैठे सुन रहे थे. अब जान पड़ेगा कि बेटे का गम कैसे होता है. कई लड़के हैं.
ഇനി അയാൾക്ക് മനസ്സിലാവും ഒരു മകൻ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം എന്താണെന്ന്. അന്ന് എൻ്റെ വിഷമം അയാൾ മനസ്സിലാക്കിയില്ല. അയാൾക്ക് ഒരുപാട് ആൺമക്കളും കാണും, അതുകൊണ്ട് അയാൾക്ക് വലിയ പ്രശ്നവും വരില്ലായിരിക്കും. നഹി ജി, യഹി തോ ഏക് ലഡ്കാ ഥാ, സുനാ ഹെ സബ്നെ ജവാബ് ദേ ദിയാ ഹെ. അപ്പോൾ വന്ന ആൾ പറയും, ഇല്ല അയാൾക്ക് മകനായിട്ട് ഈ ഒരു മകനേ ഉള്ളൂ. ഭഗവാൻ ബടാ कारसाज है. उस वक़्त मेरी आँखों से आंसू निकल पड़े थे, पर उन्हें तनिक भी दया न आई थी. मैं तो उनके द्वार पर होता तो भी बात न पूछता. അപ്പം ഭഗവാൻ ബടാ കാർസാജ് ഹെ, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് ഭഗത്ത് പറയാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഡോക്ടർ ചഡ്ഡയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇട്ടത്. സ്വയം ജീവിച്ചിരിക്കുമ്പം തൻ്റെ മകൻ ഈ ഒരു ആപത്ത് കാണേണ്ടി വരുന്നൊരു അവസ്ഥ. ഞാൻ അയാളുടെ വീടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കത്ത് പോലും ഇല്ലായിരുന്നു എന്താ വിഷമമെന്ന്. കാരണം അയാൾ അത്രമാത്രം ദ്രോഹമാണ് എന്നോട് ചെയ്തത്. तो न जाओगे, हमने जो सुना था सो कह दिया. അപ്പോൾ വന്ന ആൾ പറയും, നിങ്ങൾ വേണേ പോന്നില്ലേ. अच्छा किया, कलेजा ठंडा हो गया, आँखें ठंडी हो गई, लड़का भी ठंडा हो गया होगा, तुम जाओ, आज चैन की नींद सोऊंगा. ഇന്ന് ഞാൻ സമാധാനത്തിൻ്റെ ഉറക്കം ഉറങ്ങും. സമാധാനമായിട്ട് ഇന്നാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഈ ഒരു വാർത്ത കേട്ടിട്ട് മേരാ കലേജ ഠണ്ടാ ഹോ ഗയ, എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു, എനിക്ക് നല്ലൊരു സമാധാനം, എൻ്റെ നെഞ്ചിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ബുढ़िया से वो कहने लगा, ज़रा तंबाकू ले ले, एक चिलम और पीऊँगा. अब मालूम होगा लाला को, सारी साहबी निकल जाएगी. हमारा क्या बिगड़ा, लड़के के मर जाने से कुछ राज तो चला नहीं गया. जहाँ 6 बच्चे गए वहाँ एक और चला गया. तुम्हारा तो राज सूना हो जाएगा. എനിക്കെന്താണ് നഷ്ടപ്പെടാൻ, എനിക്ക് 6 മക്കൾ നേരത്തെ നഷ്ടപ്പെട്ടു, 7ാമത്തതും പോയി. പക്ഷേ അങ്ങേർക്കാകെ ഉള്ള ഒരു പയ്യനെ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, എനിക്ക് വലിയ സ്വത്തൊന്നും ഇല്ല മക്കൾക്ക് കൈമാറാൻ. അതുകൊണ്ട് എൻ്റെ നഷ്ടത്തിനേക്കാളും വളരെ അധികം നഷ്ടമാണ് അങ്ങേർക്കുണ്ടാവാൻ പോകുന്നത്. उसी के वास्ते सबका गला दबा दबा कर जोड़ा था ना, अब क्या करोगे. एक बार देखने जाऊंगा, पर कुछ दिन बाद मिजाज का हाल पूछूंगा. അപ്പോൾ ഇയാൾ ആ ഒരു സൈക്കോളജി നോക്കണേ, എങ്ങനെയാണ് പ്രേംചന്ദ് ആ ഒരു സൈക്കോളജി പോർട്രേ ചെയ്തിരിക്കുന്നത്. ഈ ഭഗത്തിന് ശരിക്കും വർഷങ്ങളുടെ ആ ഒരു വിഷമം അല്പം ശാന്തമായത് ഇന്നാണ് ഈ ഒരു വാർത്ത കേട്ടപ്പം. എന്നിട്ട് അയാൾ മനസ്സിൽ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ അയാളെ കാണാൻ പോകും, ഇപ്പോഴല്ല, മകൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് പോകും. അപ്പോൾ നാച്ചുറലി ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പ്രേംചന്ദ് ഇവിടെ കാണിക്കുന്നത്. आदमी चला गया, भगत ने किवाड़ बंद कर लिए, तब चिलम पर तंबाकू रख कर पीने लगा. बुढ़िया ने कहा, इतनी रात गए जाड़े पाले में कौन जाएगा. അപ്പം അമ്മയുടെ മനസ്സിലും ആ ഒരു ദേഷ്യം നാച്ചുറലി ഉണ്ട് അല്ലേ. അമ്മ പറയാണ്, ഇത്തിനി രാത്ത് ഗയെ ജാഡേ പാലേമേ കോൺ ജായക, ഇത്രയും രാത്രി ഈ തണുപ്പത്താര് പോകാനല്ലേ. അരേ दोपहर ही होता तो मैं न जाता, सवारी दरवाजे पर लेने आती तो भी न जाता, भूल नहीं गया हूँ, पन्ना की सूरत आँखों में फिर रही है. ഈ പേര് ഓർത്തിരുന്നേരെ, ആ ഭഗത്തിൻ്റെ മരിച്ചുപോയ കുട്ടിയുടെ പേര് പന്ന എന്നാണ്. രാത്രിയിൽ ആര് പോകാനാന്ന് ഈ വയസ്സായ സ്ത്രീ പറയുമ്പം ഭഗത്ത് പറയാണ്, പകലായാലും ഞാൻ പോവില്ല, എൻ്റെ വീട്ടിൽ വണ്ടിയും കൊണ്ടുവന്ന് നിന്നെ വെയിറ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോകാം, എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. കാരണം പന്ന की सूरत मेरी आँखों में फिर रही है, इस निर्दयी ने उसे एक नज़र देखा तक नहीं. ഈ ചഡ്ഡ ഡോക്ടർ എൻ്റെ കുട്ടിയെ ഒരു നോക്ക് പോലും ചെയ്തില്ല. क्या मैं न जानता था कि वह न बचेगा, खूब जानता था. चड्ढा भगवान नहीं थे कि उनके एक निगाह देख लेने से अमृत बरस जाता. नहीं, खाली मन की दौड़ थी. अब किसी दिन जाऊंगा और कहूँगा, क्यों साहब कहिए क्या रंग है. എനിക്കറിയാമായിരുന്നു, ഞാൻ എൻ്റെ മകനെ ചഡ്ഡ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, മകൻ രക്ഷപ്പെടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ
എൻ്റെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ കൊണ്ടുപോയത്. ഒരു ഡോക്ടറിനെ കാണിച്ചല്ലോ, ആ ഡോക്ടറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷേ ആ വ്യക്തി എൻ്റെ കുട്ടിയെ നോക്കിയ പോലും ഇല്ല. അബ് കിസി ദിൻ ജാऊंगा और कहूँगा ക്യോ സാഹബ് കഹിയേ ക്യാ രംഗ് ഹേ. ഇനി ഡോക്ടർ ചഡ്ഡയുടെ മകൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ പോയി എന്തൊക്കെയുണ്ട് സാറേ വിശേഷം എന്ന് ഞാൻ ചോദിക്കും. ദുനിയ ബുരാ കഹേഗി കഹേ കോയി പർവാ നഹി, छोटे आदमियों में तो सब ऐब हैं, बड़ों में कोई ऐब नहीं होता, देवता होते हैं. ഞങ്ങൾ പാവപ്പെട്ടവർ, നമ്മളിങ്ങനത്തെ മാനുഷികമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് കാണും. പണക്കാരെന്തൊക്കെ ചെയ്താലും അവരെ കുറ്റപ്പെടുത്താൻ ഒന്നും ആരും കാണില്ല. भगत के लिए यह जीवन में पहला अवसर था कि ऐसा समाचार पाकर वह बैठा रह गया हो. 80 वर्ष के जीवन में ऐसा कभी न हुआ था कि सांप की खबर पाकर वह दौड़ न गया हो. അപ്പം നോക്കിയേ, ഈ ഭഗത്ത് പ്രൊഫഷണലി ആരാണ്? ഭഗത്ത് ഒരു വൈദ്യനാണ്, പാമ്പ് കടിക്ക് മരുന്ന് കൊടുക്കുന്ന വൈദ്യനാണ്, മന്ത്രവും മരുന്നും കൊടുക്കുന്ന വൈദ്യനാണ്. ഈ രണ്ട് പ്രൊഫഷണൽ ആൾക്കാരെയാണ് മുഖാമുഖം നമ്മുടെ മുമ്പിൽ പ്രേംചന്ദ് നിർത്തുന്നത്. ഒന്ന് ഡോക്ടർ ചഡ്ഡ, ഒന്ന് ഭഗത്ത്. അപ്പോൾ 80 വയസ്സായി, 80 വർഷ കെ ജീവൻ മേ ആദ്യമായിട്ടാണ് ഈ പാമ്പ് കടി ഏൽക്കുക എന്ന് പറയുമ്പോഴേ നാച്ചുറലി എത്രയും വേഗം അതിന് മരുന്ന് ചെയ്യണം. എമർജൻസി അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കാര്യത്തിന് അത്രയ്ക്ക് സീരിയസ് അതാണ്. അപ്പം ഭഗത്ത് അതിന് എക്സ്പേർട്ടാണ്. എവിടെ പാമ്പ് കടി ഏറ്റുന്ന കേട്ടോ ജീവനും കളഞ്ഞ് ഭഗത്ത് അവിടെ എത്തും. പക്ഷേ ഇതാദ്യമായിട്ടാണ് അയാളുടെ ലൈഫിൽ ഒരിടത്ത് പാമ്പ് കടി ഏറ്റു എന്നറിഞ്ഞിട്ട് അയാൾ പോകാതിരിക്കുന്നത്. മാഘ് ഫൂസ് കി അന്ധേരി രാത്, चैत बैसाख की धूप और लू, सावन भादों की चढ़ी हुई नदी और नाले, किसी की उसने कभी परवाह नहीं की. കാലാവസ്ഥ ഏതും ആയിക്കോട്ടെ, മാഘ് പൂസ് കി അന്ധേരി രാത്, മാഘ് പൂസ് എന്ന് പറയുമ്പോൾ വളരെ കോച്ചി പിടിക്കുന്ന തണുപ്പുള്ള രാത്രി. നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ ക്ലൈമറ്റ് പൊതുവേ ഇല്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ മാഘ് പൂസ് എന്ന് പറയുമ്പോൾ അങ്ങ് ഭയങ്കര തണുപ്പായിരിക്കും, ഇറങ്ങാനേ ഒക്കില്ല വെളിയിൽ. അതുപോലെ ധൂപ്പ് ഓർ ലൂ, ഭയങ്കര ചൂട് കാറ്റടിക്കുന്ന കാലാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ മഴ സാവൻ്റെ സമയത്ത്, സാവൻ ഭാദവും കി ചെടി ഹുയി നദി ഓർ നാലെ, വെള്ളപ്പൊക്കത്തിന് സമയമായാലും പാമ്പ് കടി ഏറ്റെന്നറിഞ്ഞാൽ ഭഗത്ത് അവിടെ എത്തിയിരിക്കും. അതാണ് ഭഗത്തിൻ്റെ ഒരു ആത്മാർത്ഥത. वो किसी की परवाह नहीं करता, वह तुरंत घर से निकल पड़ता था, निस्वार्थ निष्काम, लेन देन का विचार कभी दिल में आया नहीं. ഇത് ഇങ്ങനെ ചെന്നിട്ട് എനിക്ക് വല്ലതും കിട്ടും, അല്ലേ എനിക്ക് ആദ്യമേ ഫീസ് കിട്ടിയാലേ ഞാൻ പേഷ്യൻറ്റിനെ നോക്കൂ, അങ്ങനൊന്നുമല്ല. ഭഗത്ത് പാമ്പ് കടി ഏറ്റു, എവിടെങ്കിലും പാമ്പ് കടി ഏറ്റു എന്നറിഞ്ഞാൽ മഴയായാലും വെള്ളപ്പൊക്കമായാലും പൊള്ളുന്ന ചൂടായാലും ഭഗത്ത് ഓടി ചെല്ലുമായിരുന്നു. यह साधारण काम ही न था, जान का मूल्य कौन दे सकता है, यह एक पुण्य कार्य था. सैकड़ों निराशों को उसके मंत्रों ने जीवन दान दे दिया था. पर आज वह घर से कदम नहीं निकाल सका. यह खबर सुनकर सोने जा रहा है. പക്ഷേ ഇന്ന് അയാൾ പാമ്പ് കടി ഏറ്റെന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കുകയാണ്. ബുढ़िया कहा, तंबाकू अंगीठी के पास रखी हुई है, उसके भी आज 2.5 पैसे हो गए, देती ही ना थी. बुढ़िया यह कहकर लेटी. बूढ़े ने कुप्पी बुझाई, कुछ देर खड़ा रहा, फिर बैठ गया, अंत को लेट गया. पर यह खबर उसके हृदय पर बोझे की भांति रखी हुई थी. ഞാൻ പോകില്ല, എന്നെ വണ്ടി വന്ന് വിളിച്ചാൽ പോലും ഞാൻ ആ ചഡ്ഡയുടെ വീട്ടിൽ പോകില്ല. എന്ന് മാത്രമല്ല, അയാളുടെ മകൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അയാളോട് പോയി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ ഭഗത്തിന് പക്ഷേ ഇരുന്നിട്ടും കിടന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. उसे मालूम हो रहा था उसकी कोई चीज़ खो गई है, जैसे सारे कपड़े गीले हो गए हैं या पैरों में कीचड़ लगा हुआ है, जैसे कोई उसके मन में बैठा हुआ उसे घर से निकालने के लिए കുരേത് रहा है. ആരോ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ കുട്ടിയെ രക്ഷിക്ക് എന്നാരോ പറയുന്ന പോലെ അയാൾക്കൊരു സമാധാനവും ഇല്ല. बुढ़िया ज़रा देर में खर्राटे लेने लगी. बूढ़े बातें करते करते सोते हैं और ज़रा सा खट्टा होते ही जागते हैं.
तब भगत उठा, अपनी लकड़ी उठा ली और ധീരെ से കിവാട് खोले. അപ്പോൾ ഈ ഇരുന്നിട്ടും കിടന്നിട്ടും ഭഗത്തിന് സമാധാനം വരുന്നില്ല. അയാൾ പെതുക്കെ കുടിലിൻ്റെ വാതിൽ തുറക്കും. ബുഡിയാനെ പൂച്ച കഹാ ജാത്തേ ഹോ. അപ്പം ആക്ച്വലി ബുഡിയ ഉറങ്ങിയതായിരുന്നു, പക്ഷേ ഈ സൗണ്ട് കേട്ടായിരിക്കും അവർ എണ്ണീറ്റ് ചോദിക്കും എവിടെ പോകുന്നെന്ന്. കഹി നഹി ദേഖ്താ ഥാ കി കിത്നി രാത് ഹേ. അപ്പോൾ ഇയാൾ കള്ളം പറയും. ഇയാൾ പറയും ഇല്ല, രാത്രി ഇനി എത്ര യാമം ഉണ്ടെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നു. അഭി ബഹുത് രാത് ഹേ സോ ജാओ, നീന്ത് നഹി ആത്തി. ഉറങ്ങാൻ പറയുമ്പം ഇയാൾ പറയും എനിക്ക് ഉറക്കം വരുന്നില്ല. നീന്ത് കാഹേ ആവേഗി, മൻ തോ ചഡ്ഡാ കെ ഘർ പർ ലഗാ ഹുവാ ഹേ. എങ്ങനെ ഉറക്കം വരാനാ? ചഡ്ഡാടെ വീട്ടിലല്ലേ മനസ്സ് മുഴുവനും. അപ്പോൾ ഇയാളുടെ ഭാര്യയ്ക്ക് ഇയാളുടെ സ്വഭാവം നല്ലപോലെ അറിയാം. ഭാര്യയ്ക്കറിയാം ഒരാളത് പാമ്പ് കടി ഏറ്റ് അപ്പോൾ ഇയാൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഇയാളുടെ മനസ്സ് അനുവദിക്കില്ല എന്ന് ഭാര്യയ്ക്കറിയാം. चड्ढा ने मेरे साथ कौन सी नेकी कर दी है जो वहाँ जाऊँ, वहाँ आकर पैरों पड़े तो भी न जाऊँ. ഞാൻ ചട്ടയുടെ അടുത്തൊന്നും പോവില്ല. അയാൾ എൻ്റെ അടുത്ത് ചെയ്തതിന് ഞാൻ മറന്നിട്ടില്ല. അയാൾ എൻ്റെ കാൽക്കൽ വന്ന് വീണാൽ പോലും ഞാൻ പോവില്ല. ഉഠേ തോ തും ഇസി ഇരാദേ സേ ഹി. അപ്പോൾ വൈഫ് പറയും നിങ്ങൾ പക്ഷേ കട്ടിലിൽ നിന്ന് എണ്ണീറ്റത് ചട്ടയുടെ വീട്ടിൽ പോകാനല്ലേ. नहीं री, ऐसा पागल नहीं हूँ कि जो मुझे कांटे बोए उसके लिए फूल बोता फिरूँ. അപ്പം ഭഗത്ത് പറയും ഇല്ല, ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. എനിക്ക് എൻ്റെ വഴിയിലെല്ലാം മുള്ളുകൾ പാകിയ ഒരുത്തന് ഞാൻ അയാളുടെ വഴിയിൽ പുഷ്പങ്ങൾ പാകുക എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നും അല്ല. बुढ़िया फिर सो गई. भगत ने किवाड़ लगा दिए और फिर आकर बैठा. पर उसके मन की कुछ ऐसी दशा थी जो बाजे की आवाज़ कान में पड़ते ही उपदेश सुनने वालों की होती है. आँखें चाहे उपदेशक की ओर हो पर कान बाजे ही की ओर होते हैं. दिल में भी बापे की ध्वनि गूंजती रहती है. നമ്മൾ ആരെങ്കിലും നമ്മളെ ഉപദേശിക്കുകയാണ്, നമ്മുടെ ചെവി ആ ഉപദേശിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ്. പക്ഷേ എവിടെയെങ്കിലും കൊട്ടും ബഹളമൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകുന്നത് പോലെ ഭഗത്ത് ഇരിക്കുന്നത് കുടിലാണെങ്കിലും ഭഗത്തിൻ്റെ മനസ്സ് മുഴുവനും ആ പാമ്പ് കടി ഏറ്റ ആ കുട്ടിയുടെ അങ്ങോട്ടങ്ങ് പോവാണ്. शर्म के मारे जगह से नहीं उठता, निर्दयी प्रतिघात का भाव भगत के लिए उपदेशक था, पर हृदय उस अभागे युवक की ओर था जो इस समय मर रहा था, जिसके लिए एक एक पल का विलंब घातक था. അപ്പോൾ ഒരു വശത്ത് കഠോരമായ ഒരു പ്രതികാര ഭാവം അത് ഭഗത്തിൻ്റെ മനസ്സിൽ, മറുവശത്ത് ആ പാമ്പുകടി ഏറ്റ യുവാവിൻ്റെ അങ്ങോട്ടായിരുന്നു ഭഗത്തിൻ്റെ മനസ്സ് മുഴുവനും പോകുന്നത്. ഏക് പൽ കാ വിലംബ് ഘാതക് ഥ. ഓരോ നിമിഷവും വേസ്റ്റ് ആവുന്നതനുസരിച്ച് പാമ്പുകടിയുടെ ആ വിഷം തീവ്രത കൂടിക്കൊണ്ടേ ഇരിക്കും. ഉസ്നെ ഫിർ കിവാട് ഖോലെ ഇത്തനെ ധീരെ സെ कि बुढ़िया को खबर भी न हुई. बाहर निकल आया. उसी वक्त गांव का चौकीदार गश्त लगा रहा था. बोला, कैसे उठे भगत, आज तो बड़ी सर्दी है, कहीं जा रहे हो क्या? അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ വൈഫ് അറിയാതെ ഭഗത്ത് വെളിയിലിറങ്ങും. അപ്പോൾ വെളിയിൽ ചോക്കിദാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ചോക്കിദാർ ചോദിക്കും, വാച്ച്മാൻ ചോദിക്കും, എവിടെ പോകുന്നു ഭഗത്? भगत ने कहा, नहीं जी, जाऊंगा कहाँ, देखता था अभी कितनी रात है, भला कै बजे होंगे. ഞാൻ വെറുതെ രാത്രി ഇനി എത്ര നേരം ഉണ്ടെന്നറിയാൻ ഇറങ്ങിയതാന്ന് പറയും. चौकीदार बोला, 1 बजा होगा और क्या. अभी थाने से आ रहा था तो डॉक्टर चड्ढा बाबू के बंगले पर बड़ी भीड़ लगी हुई थी. उनके लड़के का हाल तो तुमने सुना होगा. कीड़े ने छू लिया है, चाहे मर भी गया हो. तुम चले जाओ तो शायद बच जाए. सुना है 10,000 तक देने को तैयार है. അപ്പോൾ ചോക്കിദാറും എല്ലായിടത്തും ഈ വാർത്തയാണ്. ഡോക്ടർ ചഡ്ഡായുടെ മകന് പാമ്പുകടി ഏറ്റു. ഈ ഒരു ന്യൂസാണ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നീ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടും. मैं तो न जाऊँ, चाहे वह 10 लाख भी दें. मुझे 10,000 या 10 लाख लेकर करना क्या है, कल मर जाऊँगा, फिर कौन भोगने वाला बैठा हुआ है. അപ്പോൾ ചോക്കിദാർ പറയുന്നത് എന്താണ്? 10,000 രൂപ പാരിതോഷികം തരുമെന്നാണ് പറഞ്ഞത് മകനെ രക്ഷിക്കുന്നവർ. അന്നത്തെ കാലത്തെയാണ് 10,000 രൂപ. ഭഗത്ത് പറയാണ്, എനിക്ക് 10 ലക്ഷം രൂപ തന്നാലും ഞാൻ പോകുന്നില്ല. കാരണം 10 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് മക്കളാരുമില്ല ആ സ്വത്തൊക്കെ ആസ്വദിക്കാൻ.
चौकीदार चला गया। भगत ने आगे पैर बढ़ाया। जैसे नशे में आदमी की देह अपने काबू में नहीं रहती, पैर कहीं रहता है, पड़ता कहीं है, कहता कुछ है, ज़बान से निकलता कुछ है, वही हाल इस समय भगत का था। मन में प्रतिकार था, पर कर्म मन के അധീൻ न था. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയിലെ മന്ത്രം. ഈ ഒരു ദുനിയാവിനെ കൂടുതൽ മനോഹരമാക്കാനുള്ള ഒരു മന്ത്രം എന്നുവെച്ചാൽ ഈ ഒരു വയസ്സായ ഭഗത്തിന് മന്മേ പ്രതികാർത്ഥ, മനസ്സിൽ ദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട് ഡോക്ടർ ചഡ്ഡയോട്. പർ കർമ്മ മൻ കെ അധീൻ ന ഥ, കർത്തവ്യബോധമായിരുന്നു അയാളെ മുന്നോട്ട് നയിച്ചത്. ജിസ്നെ കഭി തൽവാർ നഹീ ചലായി വഹ ഇരാദ കർനെ പർ ഭി തൽവാർ നഹീ ചലാ സക്ത, ഉസ്കെ ഹാത്ത് കാംപ്തെ ഹൈ ഉഠ്തെ ഹി നഹീ. ഒരിക്കലും വാള് ഓങ്ങി മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വ്യക്തിക്ക് വേണമെന്ന് വിചാരിച്ചാലും അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേണ്ടാന്ന് വിചാരിച്ചാലും പോയേ പറ്റൂ ഭഗത്തിന്. കാരണം അയാളുടെ മനസ്സിലെ ആ ഒരു കർത്തവ്യബോധം അത്രമേൽ വലുതായിരുന്നു. ഭഗത് ലാഠി ഖട്ട് ഖട്ട് കർത്ത ലപ്കാ ചലാ ജാതാ ഥാ. ചേതന रोकती थी पर उपचेतना ठेलती थी. സേവക് സ്വാമി पर हावी था. അയാളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഒരു വശത്ത് അയാളുടെ മകൻ പന്നാടെ മുഖം ഓർമ്മ വരുമ്പം പോകണ്ട, വേണ്ട, ചഡ്ഡ അനുഭവിക്കട്ടെ എന്ന് തോന്നും. അത് റിയാലിറ്റി. മറുവശത്ത് ആദർശ് എന്നുവെച്ചാൽ തൻ്റെ ജോലി ചെയ്യുക, തൻ്റെ പ്രൊഫഷനിലൂടെ നീതി പുലർത്തുക. ഇതുകൊണ്ട് തന്നെയാണ് ഈ എഴുത്തുകാരനെ പ്രേംചന്ദ് ആദർശോന്മുഖി യഥാർത്ഥവാദി റൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. യഥാർത്ഥ കാണിക്കും, റിയൽ എന്താണെന്ന് കാണിക്കും. ആദർശ് എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കണം അത് പോർട്രേ ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് പ്രേംചന്ദ്. ആधी रात निकल जाने के बाद सहसा भगत रुक गया. हिंसा ने क्रिया पर विजय पाई. मैं यूं ही इतनी दूर चला आया. इस जाड़े पाले में मरने की मुझे क्या पड़ी थी. आराम से सोया क्यों नहीं. नींद न आती न सही. 2-4 भजन ही गाता. व्यर्थ इतनी दूर दौड़ा आया. चड्ढा का लड़का रहे या मरे, मेरी बला से. मेरे साथ उन्होंने ऐसा कौन सा सलूक किया था कि मैं उनके लिए मरूं. പാതി വഴി ഓടി. അയാൾ ലിറ്ററലി ഓടുമായിരുന്നു. കാരണം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അയാളോട് ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് പറയായിരുന്നു. പാതി വഴി ഓടിക്കഴിഞ്ഞാണ് ഭഗത് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ പാതിരാത്രിക്ക് എനിക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ ഈ തണുപ്പത്ത് ഇറങ്ങി ഇങ്ങനെ വരാൻ. दुनिया में हज़ारों मरते हैं, हज़ारों जीते हैं. मुझे किसी के मरने जीने से मतलब. मगर उपचेतना ने अब एक दूसरा रूप धारण किया. जो हिंसा से बहुत कुछ मिलता जुलता था, वह झाड़ फूंक करने नहीं जा रहा है. वह देखेगा कि लोग क्या कर रहे हैं. डॉक्टर साहब का रोना पीटना देखेगा. നോക്കിയേ ആ ഒരു സൈക്കോളജിക്കൽ മൂവ്, ആ ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ. പാതി വഴി എത്തിയ ഭഗത്ത് ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടർ ചഡ്ഡയുടെ ആ ഒരു പരവേശവും ആ ഒരു വിഷമിക്കുന്ന അവസ്ഥയും എല്ലാം കണ്ട് ആസ്വദിക്കും. കാരണം ഇതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പം അയാൾ വളരെ നിർദ്ദയനായിട്ട് ഒരു ഭാവമില്ലാതെ അങ്ങ് കളിക്കാൻ പോയി കളഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു മകൻ നഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ വേദന ഞാൻ കണ്ട് ആസ്വദിക്കും. डॉक्टर साहब का रोना पीटना देखेगा. किस तरह सिर पीटते हैं, किस तरह पछाड़े खाते हैं. वे लोग तो विद्वान होते हैं, सब्र कर जाते होंगे. हिंसा भाव को यूं धीरज देता हुआ वह फिर आगे बढ़ा. പിന്നെ അയാൾ മനസ്സിൽ കരുതും, ഡോക്ടറല്ലേ, പാവപ്പെട്ടവരെ പോലെ ഇങ്ങനെ നിലവിളിച്ചൊന്നും കരയത്തില്ലായിരിക്കും. അവരൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ദുഃഖ സമയത്തും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കത്തേ ഉള്ളായിരിക്കും. ഏതായാലും ഏതവസ്ഥയിലാണ് ഡോക്ടർ ചഡ്ഡ എന്ന് എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗത്ത് മുന്നോട്ട് പോവും.